പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവെ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട്
കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. അതായത് ഈ സിബി ഷിജോ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷിയാണ്. അപ്പോഴേ ഈ കുട്ടിയുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കരമാണ്. മാതാവ് ഒരു ദിവസം ഇവിടെ കായംകുളത്തുനിന്ന് അല്ല കൊല്ലത്തുനിന്ന് കായംകുളത്തേക്ക് വരിക. അപ്പോൾ കായംകുളത്ത് വന്നപ്പോൾ കൊല്ലത്തുനിന്ന് കൃപാസനത്തിലൂടെ വരികയാണ്. അപ്പോൾ കായംകുളത്ത് വന്നപ്പോൾ ഇവിടെ അപ്പോൾ 2 കൊന്ത കഴിഞ്ഞ് 2 ജവമാല കഴിഞ്ഞു. 2 ജവമാല കഴിഞ്ഞപ്പോൾ ഇവിടെ മാതാവേ ഈ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി, ഇതിന് എപ്പോൾ പോകാൻ പറ്റുമെന്നോ ഇനി പോകാൻ പറ്റുമോയെന്നോ ഒരു ഐഡിയയും ഇല്ല. ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ചില ആൾക്കാരുടെ രീതി അറിയാമല്ലോ, അവർ മാതാവിനോട് നമ്മളോട് സംസാരിക്കണ പോലെ തന്നെ സംസാരിക്കുന്നവരാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇവർ ഈ കായംകുളത്ത് വെച്ച് ആകാശത്തിലേക്ക് നോക്കി അറിയാതെ, നമ്മൾ ശരിക്കും നോക്കി പോയില്ല, അങ്ങനെ നോക്കിയാണ്. അപ്പം ഇവരൊരു കാഴ്ച കണ്ട ആകാശത്ത്. അപ്പം ഇവിടെ നാത്തൂനും ആരാണ്ടുണ്ട് പറഞ്ഞ അവരെ വിളിച്ചു, ചേച്ചി ആകാശത്ത് വല്ലതും കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു. ആകാശത്ത് വല്ലതും കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞ് 7 കാണുന്നുണ്ട്, പിന്നെ 23 കാണുന്നുണ്ട്, 23 കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതാ എന്താണെന്നറിയാൻ പറ്റില്ല. ഞാൻ മാതാവിനോട് ചോദിച്ചതാ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ കാണിച്ചതാണ്. ഞാനും കാണുന്നുണ്ട് 7:23. ഇതിനാ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കണതേ, എൻ്റെ പാസ്പോർട്ടിൻ്റെ 7ാമത്തെ പേജിലാണ് അമ്മ എനിക്ക് വിസ അടിച്ചത്. ഞാൻ ഈ ജൂൺ 23-ാം തീയതി ഇവിടുന്ന് ഇറ്റലിക്ക് പോവുകയാണ്. അതാ വിഷയം. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന കാര്യം തന്നെ ഓൺ ദി സ്പോട്ടിൽ മറുപടി പറയും. ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ കാര്യം ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പ്രസൻസ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഈ പ്രസൻസിൻ്റെ തന്നെ വേറെ ഒരു നമ്മുടെ സാന്നിധ്യം കൊണ്ട് തന്നെ, സാന്നിധ്യത്തിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി സംഭാഷണമാണ്, സന്ദേശമാണ്. അപ്പം ഈ സിബി ഷിജോയ്ക്ക് 5 ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് അവർ. 5 ഉടമ്പടി. സാധാരണഗതിയിൽ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി പുതുക്കണമെന്നുണ്ടെങ്കിൽ 5ൻ്റെ നിലവാരമുള്ള സ്ത്രീയാണ് ഇവർ. ചില ആൾക്കാർ 5 പുതുക്കിയാലും 2ൻ്റെ നിലവാരം ഉണ്ടാകത്തുള്ളൂ. ഇതൊരു ട്രാജഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഉടമ്പടി 5 പുതുക്കും, പക്ഷേ നിലവാരം 2ൻ്റെതായിരിക്കും. കാര്യം ഒരു 3ാമത്തെ ഉടമ്പടി കഴിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വിൻഡോ ഓപ്പണായി ദൈവം പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുകയും അത് 4ാമത്തെ ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ തുടങ്ങേണ്ടതാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ 2ാം ഉടമ്പടി തന്നെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങും. ദൈവം സംസാരിക്കുകയും സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സുഗന്ധാഭിഷേകങ്ങൾ, അതുപോലെ തന്നെ എഴുതി കാണിക്കൽ, അടയാളങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യം. ഇത് ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ ആൾക്കാർ ദൈവമായിട്ട്. അപ്പോൾ ഈ സിബി ഷിജോയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 5 ഉടമ്പടി ഉണ്ടെങ്കിൽ 5ൻ്റെ നിലവാരം അവർക്കുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പറയേണ്ട സാധനമുണ്ട്. ഞാൻ കുഞ്ഞുനാൾ മുതൽ പൊട്ടു തുറന്ന ആളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ തൈലമാണ് ഞാൻ തുറന്നത്. ഞാൻ എവിടെ പോയാലും പൊട്ടിന് പകരം അമ്മയുടെ തൈലം തൊടും. അപ്പം അമ്മയുടെ തൈലം തൊടുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അമ്മയുടെ സാന്നിധ്യം അവിടെ കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പം അതിനു വേണ്ടി അവർ ആ പൊട്ട് മാറ്റിവെക്കാൻ തയ്യാറായി.
ആ സൗന്ദര്യവർദ്ധക പരിപാടികൾ നിർത്താൻ തയ്യാറായവർ. അപ്പോൾ എന്നാ പറ്റി? ദൈവത്തിനത് മനസ്സിലായി ഇത് സിൻസിയറാണെന്ന്. അല്ല ജോലി കിട്ടാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള തരികിട നമ്പർ അല്ലെന്നുള്ളത് അമ്മയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാകണം. അല്ലെങ്കിൽ വെറുതെ കൃപാസനം നടന്ന് കഷ്ടപ്പെടാവുന്നേ ഉള്ളൂ. ദൈവത്തിന് മനസ്സിലാകണം നിങ്ങൾ സത്യസന്ധമായ ഉടമ്പടിയിലാണെന്ന്. ഷിബിസിജിയുടെ കാര്യം അതാണ്. അവിടെ എല്ലാ കാര്യം ഇതൊന്നുമല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ഇന്ന് ചൊവ്വാഴ്ച ഞാൻ ധ്യാനത്തിൽ പറയും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് ഇതിനു മുമ്പ് പോകാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങൾ ഒരിക്കലും ആ വഴിയിലൂടെ പോയിട്ടില്ല എന്നൊക്കെ പറയണില്ലേ, അതിൻ്റെ വാഗ്ദാനമാണ്. ഇവൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല എങ്ങനെ ജീവിക്കുമെന്ന്. ഐഡിയ വരെ അമ്മ കൊടുക്കണതാണ്. ജോഷുവ 3:4 ഈ വഴിയിലൂടെ ഇതിനു മുൻപ് എന്നാ വചനമാ, ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടാൽ പിന്നെ എല്ലാം പുതിയ വഴികളായിരിക്കും, പോകേണ്ട വഴികളാണ്. എല്ലാ വിഷയത്തിനെ കുറിച്ചും ദൈവത്തിന് കൃത്യമായിട്ടുള്ള അടയാളങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള വഴികാട്ടലുണ്ട്, വഴി നടത്തലുണ്ട്. ദൈവത്തിന് പറ്റിയ ഒരാളെ കിട്ടാനാണ് ദൈവം കാത്തിരിക്കുന്നത്. അത് നീ ആയിരിക്കാം. പേര് റോയൻസി ടോം. ഞാൻ വരുന്നത് അങ്കമാലി കോക്കോന്ന് സെൻറ്റ് ജോസഫ്സ് ചർച്ചിൽ നിന്നാണ്. 2014-15 കാലഘട്ടത്തിൽ ഞാനിവിടെ വന്നായിരുന്നു. വരുമ്പോൾ എനിക്ക് ഇങ്ങനെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് തോന്നില്ല. ഞാൻ വരുമ്പോൾ ഒരു 12 മണിയായി. ഞാൻ അവിടെ ടോക്കൺ എടുത്തു. ഒരു 2:30-3 മണി വരെ അവിടെ ക്യൂ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയി. അന്ന് വരാനുണ്ടായ കാരണം ഞങ്ങൾ 2 ഹിറ്റാച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണിയാൻ കൊണ്ടുപോയപ്പോൾ അവിടെ കത്തിപ്പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ഞങ്ങൾക്ക് ശരിയായി കിട്ടിയില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ അന്ന് ഇവിടെ വരാൻ കാരണം. ഞങ്ങൾ കുറേ കാശ് അടച്ചു, പിന്നെ ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാതായി. അപ്പോൾ 2 വണ്ടിക്ക് കൂടി ഏകദേശം ഒരു 58 ലക്ഷം രൂപ കൂടി അടയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാങ്കുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് ചെയ്തോ, എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അന്ന് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. പിന്നെ 1 രൂപ പോലും ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. രണ്ടാമതായിട്ട് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ പോയി പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കും. അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമോ, എല്ലാ ദിവസവും പള്ളി പോയി മുടക്ക് വരുമോ എനിക്കറിയില്ല. ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എല്ലാവരോടും പറയും, എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ മാത്രം പോവില്ല. ഞാൻ എപ്പോഴും ധ്യാനങ്ങൾ കൂടും, പ്രാർത്ഥനകൾ ചെല്ലൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും കൃപാസനത്തിൽ അച്ഛൻ്റെ ടോക്ക് വരുമ്പോൾ ഞാനത് തട്ടിക്കളയും. അതേപോലെ ഇവിടുത്തെ ഒരു പരിപാടി ഞാൻ കൂടാറില്ല. എനിക്കൊരു സ്റ്റിച്ചിങ് സെൻറ്ററും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും കൂടി ഉണ്ടായിരുന്നു. അവിടെ ജോലിക്ക് വന്ന ചേച്ചിമാരിരുന്ന് കേൾക്കുമ്പോൾ ഞാൻ അവരോട് പറയും, അതെന്തിനാ അത് കേൾക്കണമെന്നില്ല, നമ്മുടെ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ ഇവിടേക്ക് ആരെങ്കിലും വരുന്ന കാര്യം പറഞ്ഞ് ഞാൻ അവരോട് പറയും, നമ്മുടെ ഇവിടെ മാതാവൊക്കെ ഉണ്ടല്ലോ, നമ്മളെന്തിന് ഇത്രയും ദൂരം അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്, നമ്മളിവിടെ പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കുമെന്ന് പറഞ്ഞ് ഞാൻ പരമാവധി മുടക്കാൻ നോക്കുമായിരുന്നു. എൻ്റെ സ്വന്തം വീട് കർണാടകയിലാണ്, എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചേക്കണതാണ്. എൻ്റെ അമ്മയുടെ വീടും ഇവിടെ കേരളത്തിൽ തന്നെയാണ്. അമ്മ എല്ലാ കൊല്ലം വരുമ്പോൾ എന്നോട് പറയും, നീ എന്നെ കൊണ്ടുപോകും മോള്. ഞാൻ പറയും, അവിടെ മാത്രം അമ്മേനെ കൊണ്ടുപോകില്ല, വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയും. അത് അങ്ങനെ ഇരിക്കും. ഒരു ദിവസം അമ്മ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അനിയത്തിമാരുടെ കൂടെ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങി എന്നെ കുറേ നിർബന്ധിച്ചു. ശരി അമ്മ, എന്നാൽ ഞാൻ വരാം. അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന വെച്ചാൽ ഇത്രയും കനത്തിൽ നീരുണ്ടാവും. എനിക്ക് ചേറയിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പോവാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത ആയുർവേദങ്ങളില്ല. ഒരു 3-4 വർഷമായിട്ട് ഞാൻ എത്ര 1000 രൂപ അതിന് വേണ്ടി ചിലവഴിച്ചിട്ടെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് ആ റോഡിൽ പോണ വഴിയുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക്. അത്രയും ദൂരം എനിക്ക് നടന്ന് പോകാൻ പറ്റില്ല. അവിടെ ചെന്നാലും എനിക്ക് ചേറയിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിന്ന് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരാൻ ഞാൻ എപ്പോൾ തീരുമാനിച്ചു ആ നിമിഷത്തിൽ എൻ്റെ നടുവേദന മാറി എന്നുള്ളത്. പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കൊല്ലം മലയാറ്റൂരും മലയും കയറി ഇറങ്ങി. ഈ നടുവേദന വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒട്ടും നടക്കാൻ പറ്റില്ല, ഭാരം എടുക്കാൻ പറ്റില്ല, മിറ്റടിക്കാൻ പറ്റില്ല. ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇവിടെ വരാൻ തീരുമാനിച്ച ആ സെക്കൻഡിൽ തന്നെ എൻ്റെ ആ വേദന മാറിയിട്ട് പിന്നെ ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിവിടെ വന്നപ്പോൾ 5ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയേക്കണത്. മാതാവിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിന്ന് എനിക്കൊരു വലിയ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും,
മാതാവേ, ദേ ഇന്നതാണ് എൻ്റെ ആവശ്യമെന്ന് നിനക്കറിയാം, എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ കാര്യം ഭംഗിയായിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയിരിക്കും. കാശിൻ്റെ ആവശ്യമാണെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ കുറേ ബാധ്യതകളൊക്കെ ആയിട്ട് ഞാൻ വന്നേ. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, വളരെ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ തലയുടെ ലെഫ്റ്റ് സൈഡ് മരയിക്കുമായിരുന്നു, ഭയങ്കര മരയിപ്പം വേദനയ്ക്കായിരുന്നു. അപ്പം ഞാൻ അവിടെ ന്യൂറോനെ കണ്ട LF-ൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം മുടങ്ങാതെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഈ ഗുളിക കഴിക്കുന്നില്ല, നാളെ ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. 3-3:30 വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ വിളക്കിലൊഴിക്കുന്ന തൈലം എടുത്ത് ഞാൻ പുരട്ടി പ്രാർത്ഥിച്ച് ഞാൻ പോയി. പിന്നെ എനിക്ക് ആ വേദന ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏകദേശം 1 കൊല്ലാവാറായിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ആണി ഉണ്ടായിരുന്നു. എനിക്ക് പള്ളിയിലൊക്കെ പോയി ആ ടൈലും എങ്ങനെ ചവിട്ടി നിൽക്കാൻ പറ്റില്ല, കാല് ഭയങ്കര മരയിപ്പായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ മാറിക്കിട്ടി. ഞാൻ എന്ത് ചോദിച്ചാലും ആ സെക്കൻഡിൽ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. മാതാവ് വെച്ചാൽ എനിക്കറിയില്ല, എനിക്കത് പറയാൻ പറ്റില്ല. അത്രയും ഇവിടെ വന്നാൽ ഞാൻ എല്ലാ മാസം തന്നെ വരും, മിക്കപ്പോഴും മുടങ്ങാണ്ട് തന്നെ. ഞാനിവിടെ വന്ന ഒരു 12 മണിയാകുമ്പോൾ വന്ന 3:30-3:45 ആകുമ്പോൾ പോകുമ്പോൾ എനിക്ക് സങ്കടമാണ്. കുറച്ച് നേരം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അങ്കമാലി എത്താനുള്ളത് കൊണ്ട് ഞാൻ പോവും. ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. മാതാവിനോട് ചോദിക്കുന്ന ഒരു കാര്യവും മാതാവ് സാധിച്ചു തരാതിരിക്കില്ല. വിശ്വാസത്തോടെയും വിശുദ്ധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഒരിക്കലും സാധിക്കാതെ പോവില്ല. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. എല്ലാ മാസം വരുമ്പോൾ 1-2 എൻ്റെ കയ്യിൽ പൈസ ഉള്ളതിനനുസരിച്ച് ഞാൻ വാങ്ങിച്ച് അവിടെ ഹോസ്പിറ്റലുകളിലും ആശുപത്രിയിൽ പിന്നെ ബസ്സിൽ ഇവിടുന്ന് ട്രെയിനിൽ കയറുമ്പോൾ തുടങ്ങി ഞാൻ കൊടുക്കും. പിന്നെ കാശുരൂപം, ഉപ്പ്, തൈലം അത് വാങ്ങിച്ച് എപ്പോഴും ഞാൻ സ്റ്റോക്ക് വയ്ക്കും. വീട്ടിലിങ്ങനെ രോഗികളായിട്ട് വരുന്നവർ, പിന്നെ എന്തെങ്കിലും പഠിക്കാൻ പോയിട്ട് ജയിക്കാത്ത പിള്ളേർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഞാൻ കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. എൻ്റെ അനുഭവം ഞാൻ അവരോട് പറയും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടെ ഒരു ആകാശപ്പറവകളുടെ ഇതുണ്ട്. ഞാൻ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ സാമ്പത്തികത്തിന് ഒത്ത വിധത്തിൽ ഞാൻ ചെയ്യും. പക്ഷേ ഇപ്പോഴും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കുറേയും കൂടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ സമയക്കുറവ് കൊണ്ട് അത്രയും എനിക്കങ്ങോട്ട് സാധിക്കുന്നില്ല. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. റോയൻസി എന്ന ഈ സഹോദരി പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത്, തൻ്റെ അവിശ്വാസത്തെ ദൂരീകരിച്ചുകൊണ്ട് കൃപാസനം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഈ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് തനിക്ക് തന്നെ വെളിപ്പെട്ടതിൻ്റെ വലിയ ഉദാഹരണമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ റോയൻസിയെ ഇവിടെ എത്തിക്കുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയോടുകൂടിയാണ്. മറ്റുള്ളവരോട് വളരെയധികം നെഗറ്റീവായി പറഞ്ഞിരുന്നതാണ്. തൻ്റെ അമ്മയോടും സഹോദരങ്ങളോടും അയൽക്കാരോടും താനുമായി ബന്ധപ്പെടുന്നവരോടെല്ലാവരോടും നിങ്ങൾ എവിടെ പോയാലും കൃപാസനത്തിൽ മാത്രം പോകരുത്, നമുക്ക് നമ്മുടെ പള്ളിയിലും മാതാവിൻ്റെ പ്രത്യക്ഷമുണ്ടല്ലോ, അവിടെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് മക്കളെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ഒരു സഹോദരിയായിരുന്നു. പക്ഷേ അമ്മയുടെ നിർബന്ധം മൂലം നീ ഒന്ന് ഇവിടെ വരെ വരിക. ഈ മണ്ണിൽ കാല് ചവിട്ടിയവരെല്ലാം തന്നെ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള കഥകളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് റോയൻസി ഇവിടെ വരാം എന്ന് തീരുമാനിച്ച ആ ദിവസം തന്നെ, ആ നിമിഷം തന്നെ അത് മകളുടെ നടുവേദന, 4 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന അപ്രത്യക്ഷമായി സൗഖ്യപ്പെട്ടു എന്ന് മകൾ ഏറ്റുപറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സ്ത്രീ സുവിശേഷത്തിൽ 12 വർഷമായിട്ട് അവൾക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു. ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാനെങ്കിലും സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അവൾ തിരക്കിനിടയിലൂടെ ഈശോയെ തൊട്ടപ്പോൾ അവൾക്ക് വളരെ ഉടൻ തന്നെ അവൾക്ക് സൗഖ്യമുണ്ടായി എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈശോ ഉടനെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചത്, എന്നെ ആരാണ് സ്പർശിച്ചത്? എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചു എന്നാണ് ഈശോ പറയുന്നത്. അതുപോലെ ഈശോയുടെ ശക്തി
നാം എല്ലായ്പ്പോഴും ഈശോയെ അധികമായി സ്നേഹിക്കുമ്പോൾ ഈശോ നമുക്ക് കൈമാറുന്ന വിശ്വാസവും വിശ്വാസത്തിൻ്റെ ശക്തിയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അനുഭവവേദ്യമാവുകയാണ്. റോയൻസി വളരെ വിശ്വസ്തയോടുകൂടി നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, വളരെ ആത്മാർത്ഥമായി ദൈവിക കാര്യങ്ങളിലെല്ലാം ഇടപഴകുന്ന വ്യക്തിയാണ്. എങ്കിൽ തന്നെയും തൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകുവാൻ വളരെ സമയമെടുത്തു എങ്കിലും അതൊരു പ്രകടമായ വിശ്വാസ പ്രഖ്യാപനമായിട്ട് ഇന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ തലയിലും മുഖത്തുമുണ്ടായിരുന്ന ആ മരവിപ്പ്, അതുപോലെ കാലിലെ ആണി, ഇതെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി തൈലം പൂശിയ ആ നിമിഷം തന്നെയാണ് ഈ മകൾക്ക് സൗഖ്യപ്പെട്ടത് എന്ന് ഏറ്റുപറയുന്നു. ഒരുപാട് മറ്റ് സൗഖ്യങ്ങളും സമാധാനവും ആശ്വാസവുമെല്ലാം ഈ മകൾക്ക് ഏറ്റുപറയുവാനുണ്ട്. പക്ഷേ ഇവിടെ സാക്ഷികളുടെ കുറവ് കൊണ്ട് മകൾക്കത് പറയാൻ സാധിക്കാത്തതാണ്. ദൈവം ഒരുപാട് ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. നന്മകൾ കാണാനും മറ്റുള്ളവർക്ക് എപ്പോഴും ഈശോയെക്കുറിച്ച് സംസാരിക്കാനുള്ള കൃപയും അഭിഷേകവും ഇന്ന് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഉപേക്ഷിക്കാം. ലോകത്തിൻ്റെ അവസാനം വരെ, ലോകത്തിൻ്റെ അറ്റം വരെ സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന നമ്മുടെ വലിയ ഉത്തരവാദിത്തം. റോയൻസി ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെപ്പോഴും ക്രിസ്തുവല്ല, ഞാനല്ല, ക്രിസ്തുവെന്നിൽ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയത്തക്ക വിധം പ്രകടമായ ഒരു വിശ്വാസ ജീവിതം നമുക്ക് ഏറ്റുപറയാം. റോയൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ പേര് ഷെറിൻ മാത്യു. ഇത് എൻ്റെ ഹസ്ബൻഡ് ജിജി ജോസഫ്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് ആൻഡ്രഡ് മാരിയോ ജിജി. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിന് സ്ഥിരം സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റിയ ഞങ്ങളുടെ നല്ല ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ ഇവിടെ ഒരുപാട് നാളായി കൃപാസനത്തിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എങ്കിലും വരാനായിട്ട് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. 6/8/2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, അതായത് 2020 ജനുവരി 20 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്തിയില്ല, കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷേ അത് അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി. കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിച്ചു. പക്ഷേ 2ാമത്തെ മാസം ആ കുഞ്ഞ് അബോർഷനായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടി കഴിഞ്ഞപ്പം അടുത്ത കുഞ്ഞും ഇതുപോലെ ഉണ്ടായി. പക്ഷേ 2ാമത്തെ മാസം ആയപ്പോഴത്തേന് 2ാമത്തെ മാസം കഴിഞ്ഞു, ആ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞ് അതും അബോർഷനായി. അപ്പം ഞങ്ങൾ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ലേറ്റ് മാരേജ് ആയിരുന്നു. എനിക്കാണെങ്കിൽ 43 വയസ്സും ഉണ്ടായിരുന്നു. അപ്പം ഒരു പക്ഷേ വയസ്സ് കൂടിയതുകൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. അല്ലേ, കാരണം എന്താ വെച്ചാൽ മറ്റ് ഒന്നും നോക്കിയിട്ടൊന്നും വേറെ കാരണങ്ങളൊന്നും എനിക്ക് ഒത്തിരിയേറെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഒരു പക്ഷേ ചിലപ്പം ലേറ്റായിട്ടുണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിൻ്റെ ആയിരിക്കും, വയസ്സിൻ്റെ ആയിരിക്കും. അപ്പം നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യവും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്, അതായത് എൻ്റെ കല്യാണം നടന്ന ആ സമയത്ത് തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. അപ്പം ഈ 2 വർഷം കഴിഞ്ഞ് ഇത് രണ്ടും സംഭവിച്ചത് ചിലപ്പം ഒരു പക്ഷേ മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടലായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇനി ഒരു ചികിത്സ ചെയ്തിട്ടൊരു കുഞ്ഞിനെ വേണ്ട, ഇവിടെ വന്ന് ഉടമ്പടി എന്തായാലും എടുക്കണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വരാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ആദ്യം നിയോഗം വെച്ചത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കല്ല, ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകം കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമുക്കില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട് ഭയങ്കര ഒരു വിഷമം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് ഒത്തിരി പേരൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമം ആയിരുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം എപ്പോഴും ഉണ്ട്. അത് ഈശോയോടും മാതാവിനോടും എപ്പോഴും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു.
അപ്പം ഞാനിവിടെ വന്ന് ശരിക്കും മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് മറ്റ് ചെറിയ ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പോയപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാലിച്ചു. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ, പിന്നെ ഉടമ്പടി ലൈവ് ധ്യാനങ്ങൾ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉടമ്പടിയിൽ രണ്ടാമത്തെ പുതുക്കലിന് മറ്റേ ചെറിയ ദൈവാനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് എൻ്റെ മാതാവിൻ്റെ കാശ് രൂപ എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഓർത്തൊന്ന ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് നമുക്ക് രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നതിന് പകരം ഉടമ്പടി ഇവിടെ വന്നിട്ട് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടെ വന്നതിനാൽ അവർക്ക് പുതുക്കേണ്ടത് കൊണ്ട് അവരെ ഇന്ന് സഹായിക്കാമെന്ന് കരുതി പുതുക്കേണ്ടി വന്നുകൊണ്ട് ഞാൻ പിന്നെ പുതുക്കി തിരിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മൂന്നാമത്തെ ആ പുതുക്കലിന് നമുക്ക് എപ്പോഴും അച്ഛൻ പറയും ഇങ്ങനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദമ്പതിമാർക്ക് വേണ്ടി പ്രത്യേകം, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പം ഞാൻ പെട്ടെന്ന് വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്കും കിട്ടണം, അതുപോലെ തന്നെ ഗർഭിണി അത് മക്കളില്ലാത്ത ഒത്തിരി പേരുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വരും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എനിക്കറിയാവുന്നവർ എത്ര പേരുണ്ടോ അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ മക്കൾ ഉണ്ടാക്കാഞ്ഞിട്ട് വേദനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത് പുതുക്കേണ്ട സമയം, അതായത് രണ്ടാമത് വന്നതെന്ന് പറഞ്ഞാൽ 7/11/2025 ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് മൂന്നാമത് പുതുക്കാനായിട്ട് സമയം വന്നു. അതായത് ഫെബ്രുവരി മാസം വന്നപ്പോഴത്തേന് എനിക്ക് ആ മാസം പീരീഡ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ 3 പുതുക്കൽ ആവാറായല്ലോ, ഇപ്പം 2 പുതുക്കൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് മൂന്നാമത്തെ പുതുക്കൽ വന്നു. അപ്പോഴത്തെ ഇതിട്ട് എന്താണ് ഇതുവരെ ആയില്ലല്ലോ, കുട്ടികളൊന്നും ആയില്ലല്ലോ, എന്ത് പറ്റി എന്ത് ഒരു ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാൻ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ആ ഒരു സമയം വരുമ്പോൾ ഞാൻ മാതാവേ ഈ മാസം വേണ്ട, അടുത്ത മാസം മതി അങ്ങനെ പറഞ്ഞ്, എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഇതിനു മുമ്പ് ഭയങ്കരമായിട്ട് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പെട്ടെന്ന് അടുത്ത മാസം മതി മാതാവ് തരുമെന്ന് അതായത് കൂടുതൽ വിശ്വാസം വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു പണി കാണിച്ചു. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ആണ് ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുന്നതും, നീ ഒരു കാര്യം ചെയ്താൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, അതോ നിനക്ക് ആഗ്രഹമില്ലേ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്കൊരു മനസ്സിലൊരു വിഷമം വന്നതെന്നാന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ തള്ളി വിടുമ്പോഴത്തേനും ദൈവാനുഗ്രഹം നമ്മൾക്ക് വരാനായിട്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എന്തിനാ അതിനെ തള്ളിക്കളയുന്നത്? അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിനോട് പോയി പ്രാർത്ഥിച്ചു, മാതാവേ എന്നോട് ക്ഷമിക്കണം, മാതാവിനെ ഈശോയ്ക്കും ഏത് നിമിഷമാണോ എനിക്ക് കുഞ്ഞിനെ, ഞാൻ കാരണം ഒത്തിരി പ്രാർത്ഥിച്ചതാണ് കുഞ്ഞിനെ വേണമെന്ന്, അപ്പം നിങ്ങൾക്ക് അത് തന്നെയല്ല എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും മാതാവ് ഈശോയും വഴി മാത്രം മതി എന്ന് ഒരു വിചാരിച്ചിരുന്ന വ്യക്തിയും അതുപോലെ പ്രവർത്തിച്ചിരുന്ന ആളുമാണ്. പെട്ടെന്ന് ഇങ്ങനെ കരുതിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയിട്ട് ഞാൻ പ്രത്യേകം തെറ്റ് പറഞ്ഞ് ക്ഷമിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേനുണ്ടല്ലോ, ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ ഇതേണ്ട പ്രഗ്നൻ്റായി. അപ്പോൾ പെട്ടെന്നൊരു ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം എന്താ വെച്ചാൽ 2 പ്രാവശ്യം അവർഷനായി പെട്ടെന്ന് ഇവിടെ പോയപ്പോഴത്തേന് ഇതായി. എങ്കിലും അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസം, എന്നെക്കാൾ കൂടുതൽ ഹസ്ബൻഡിനായിരുന്നു വിശ്വാസം. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തുടർ ചികിത്സയ്ക്കായിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞു, അവർ 2 മാസം കഴിയുമ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് സ്കാനിങ് വന്നപ്പോൾ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ മുൻപുള്ള അനുഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് ആദ്യം നമ്മൾ സന്തോഷിക്കും, അത് കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് ആ സമയം വരുമ്പോൾ കുഞ്ഞിന് വളർച്ചയില്ല എന്ന് പറഞ്ഞായിരുന്നു ഇത് മിസ്കാരേജ് ആയി പോകുന്നത്. അപ്പോൾ അത് വരുമോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ശരിക്കും ഈ കിട്ടിയ തൈലം ഉപയോഗിച്ച് വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ കുർബാനയിൽ ശരിക്കും അങ്ങ് സമർപ്പിച്ചു. മാതാവിനോട് എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിനോട് ഒറ്റ കാര്യം പറഞ്ഞു, അമ്മയുടെ പ്രതിഷ്ഠാനത്തിന് സ്ഥിരം സാക്ഷിയാക്കി. അച്ഛൻ പറഞ്ഞില്ലേ, ഇവിടെ ഉടമ്പടി കത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അതെപ്പോഴും എന്നെ ഇങ്ങനെ ആരോ എന്നോട് പറയുന്നതുകൊണ്ട് പോലെ തോന്നി. അങ്ങനെ വെച്ച് ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ദൈവം നാമം മഹത്വപ്പെടുത്തണം, എനിക്ക് ഈ ലോകം മുഴുവൻ വിളിച്ചു പറയണം എനിക്ക് കുഞ്ഞുണ്ടായി. കാരണം ഇത്രയും വയസ്സിൽ ഒരാൾക്ക് നമുക്ക് മറ്റുള്ളവരുടെ അനുഭവം പറയുന്നതല്ലല്ലോ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരനുഭവം ഉണ്ട്, അത് പറയുന്നത് ഏറ്റവും വലിയത്. അപ്പോൾ എനിക്കിത് ലോകം മുഴുവൻ വിളിച്ച് പറയണം, എനിക്കൊന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പം അത് സമയത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതുപോലെ പിന്നെ ഓരോ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴും അതിനു മുമ്പ് എല്ലാ ദിവസവും കുരിശ് വരച്ച് പ്രത്യേകം പ്രാർത്ഥിക്കും.
അതുപോലെ തന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന എല്ലാം ചൊല്ലും. ഉടമ്പടിയിലെ ധ്യാനങ്ങൾ അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മൾ വിചാരിക്കാത്തത്ര വലിയ അനുഗ്രഹങ്ങളാണ് ആ സമയത്ത് ഉടമ്പടിയിലെ ആ ആരാധന മധ്യേ ഉണ്ടാകുന്ന ആ ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അനുഗ്രഹമാണ്. ആ സമയത്തൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് എന്നെ സമർപ്പിച്ചു, എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഓരോ മാസവും ചെല്ലുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, നല്ല നല്ല റിസൾട്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കും 16 വയസ്സുകാരികൾ പ്രവർത്തിക്കുന്ന പോലെ എനിക്കും കുഞ്ഞുണ്ടാകണം. കാരണം അവർക്കൊക്കെ ഇന്ന് വലിയ പ്രസവത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. അത് തന്നെയല്ല, എനിക്ക് പണ്ട് അമ്മച്ചിമാർ എന്തോരെ നമ്മുടെ ഒക്കെ അമ്മമാർ ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടായത്. അപ്പം എനിക്കും അങ്ങനെ തന്നെ ജോലി ചെയ്യുന്ന ഇതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരണം. അതെൻ്റെ ജോലി കൂടുതൽ കൊണ്ട് ഒരു പ്രശ്നവും വരരുത്. അപ്പം അങ്ങനെ എനിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പറ്റണേ. എൻ്റെ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യവാനായിട്ടൊരു ഉണ്ണീശോയെ പോലെ, ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ എനിക്കും തന്ന് അനുഗ്രഹിക്കണേ മാതാവേ. മാതാവേ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയ്ക്ക് പോലെ ആയിരിക്കണേ. അതുപോലെ തന്നെ എനിക്ക് പള്ളിയിൽ ചെല്ലുമ്പം അൾത്താലബാലന്മാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷം. എനിക്കും അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ദൈവത്തിന് ചെറുതിലെ എനിക്ക് കുഞ്ഞിനെ ഓരോ കാര്യങ്ങൾ കളിയാക്കാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ എനിക്ക് പങ്കാളിയാകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിലും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓരോ മാസവും ചെല്ലുമ്പം നല്ല നല്ല റിസൾട്ട്. അതായത് മാസത്തിനൊത്ത് കുഞ്ഞിന് വളർച്ചയുണ്ട്. ഡോക്ടറിനാണെങ്കിലും എന്നോട് പറഞ്ഞു, വളരെ സന്തോഷമാണ് ഡോക്ടറിന്. കാരണം ഈ ഒരു ഏജിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവരുടെ പ്രത്യേകിച്ചും ഡോക്ടേഴ്സെല്ലാം അങ്ങനെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് ഓരോ രീതിയിലും ഓരോ വളർച്ച കൂടുതൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇത് കൃപാസന മാതാവിൻ്റെ കുഞ്ഞാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലെ എല്ലാ കാര്യത്തിനും എല്ലാമായിട്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുന്നത് ഇത് ദൈവം തന്ന കുഞ്ഞാണ്, ഇത് മാതാവ് തന്ന കുഞ്ഞാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെന്ന്. അതുപോലെ തന്നെ അവിടുത്തെ ഉള്ള എല്ലാ സ്റ്റാഫിൻ്റെ കയ്യിലും ഈ കൃപാസന പത്രം കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരോടും പറഞ്ഞു, ഇതുപോലെ കുഞ്ഞ് ഞങ്ങൾക്കുണ്ടായത് ഇങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോടും പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. പിന്നെ എൻ്റെ സിസ്റ്ററോടൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയും. പിന്നെ ഇടയ്ക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇങ്ങനെ അത് എന്താണെന്നറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ മിണ്ടാമടത്തിലാണ്. അപ്പോൾ അവളോട് ഇങ്ങനെ പറയും. അവൾക്കാണെങ്കിലും കൃപാസന മാതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് അവൾക്കും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര കൃപാസന മാതാവിനോട് പ്രത്യേക ഇതുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എടി നീ കൃപാസന മാതാവിനോടല്ലേ പ്രാർത്ഥിച്ചത്, അപ്പോൾ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? മാതാവ് നിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊള്ളും, ഒരു ടെൻഷനും വേണ്ട. ഒരു സ്കാനിങ്, അതായത് ഈ ഇടയ്ക്ക് നമുക്ക് ഓരോ സ്കാനിങ് വലിയ വലിയ സ്കാനിങ്ങൾ ചെയ്യുള്ളൂ, കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ. അപ്പം ഏജ് കൂടിയ അവർക്ക് പ്രഗ്നൻ്റ് ആയാൽ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടാവും എന്നൊക്കെ മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമുക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, ഈ ഉടമ്പടി ധ്യാനം കൂടിയതിൻ്റെയും ഒക്കെ ഫലമായിട്ട്, സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനൊക്കെ ഫലമായിട്ട് നല്ല നല്ല റിസൾട്ട് ഒക്കെ വന്നു. കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഞങ്ങൾ ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർ നല്ലതാണ്, ആ ഡോക്ടറിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വന്നിട്ട്, കാരണം 2 പ്രാവശ്യം അബോർഷനായിപ്പോയി, അവിടെ വേണ്ടത്ര കെയറിങ് കിട്ടുമോ എന്നൊക്കെ. പക്ഷേ പെട്ടെന്ന് തന്നെ എന്നെ മാതാവ് ഓർമ്മിപ്പിച്ചു, നീ ധൈര്യമായിട്ട് പൊക്കോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനാ കൂടെയുള്ളത്. അത് തന്നെയല്ല, നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ നീ ചോദിച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചതുള്ളൂ. അപ്പം ദൈവാനുഗ്രഹം തന്നപ്പോൾ നമ്മൾ കൂടുതൽ എളിമപ്പെടണം. അതുപോലെ തന്നെ അവിടെ ചെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാണേലും കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പം കൂടുതൽ അവിടെയുള്ള രോഗികളുടെ അടുത്ത് ചെയ്യാനല്ലേ പറയുന്നത്. അപ്പം അവിടെ നിനക്ക് നിന്നെ സാക്ഷ്യപ്പെടുത്താം, അതുപോലെ നിനക്ക് നിൻ്റെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാം. അപ്പം നീ ധൈര്യമായിട്ട് അവിടെ പോകൂ. ആ ഡോക്ടറെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു ബോധ്യം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ എന്തോ ഭയങ്കരമായിട്ടൊരു അനുഗ്രഹമൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ധൈര്യപ്പെടുന്നത് അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടി. അതൊക്കെ പരിശുദ്ധ അമ്മ വഴി, പ്രത്യേകം ഈ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ അനുഗ്രഹം വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. കാരുണ്യപ്രവൃത്തികളൊക്കെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ
സേവനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് ശാരീരികമായിട്ടും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പേപ്പർ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പള്ളിയിലൊക്കെ ഇരിക്കുന്ന, അതായത് ഓരോരുത്തർ പള്ളിയിൽ ഇങ്ങനെ കൊണ്ട് കൂട്ടി വെക്കും. അപ്പം ഞാൻ ചില പള്ളികൾ നിത്യാരാധന ചാപ്പലിലൊക്കെ മുണ്ടക്കയം ആ ഭാഗത്ത് പോകുമ്പോഴത്തേനും അവിടെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അത് എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആൾക്കാരോട് പറയും, ഇന്ന പോലെ പള്ളിയിൽ ഇരുന്നതാണ്, അത് കൊണ്ടുവച്ചവർക്ക് അറിയത്തില്ല അതിൻ്റെ പ്രാധാന്യം. ഒരു കാര്യം ചെയ്യണം, നമുക്ക് അവർക്ക് വേണ്ടി, കൊണ്ടുവച്ചവർക്ക് വേണ്ടിയും പിന്നെ ഇത് ലഭിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ട് പോയിട്ട് അതിൽ കുരിശ് വരച്ചിട്ട് തൈലം പൊശിയിട്ട് ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊണ്ട് കൊടുക്കാറ്. അപ്പം ഞാൻ പറയും, അർഹതപ്പെട്ടവരിലേക്ക് ഈ പത്രം എത്തിക്കാനായിട്ട് മാതാവേ എനിക്ക് സഹായിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പത്രം എല്ലാവരും സന്തോഷത്തോടെ, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുകയും കൂടി ചെയ്തപ്പം ആൾക്കാർക്കെല്ലാം ഭയങ്കര ഒരു വിശ്വാസമാണ്. ഈശോയ്ക്കും മാതാവിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കാരണം എനിക്ക് കിട്ടിയ ഈ വലിയ ദൈവാനുഗ്രഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന് 23-ാം അധ്യായം 5-ാം തിരുവചനം. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഷെറിൻ ജിജി എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ 6 വർഷത്തെ വലിയൊരു സങ്കടത്തിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് പ്രാപിച്ചു കൊടുത്ത നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ചതിനുള്ള സന്തോഷമായി, നന്ദിയായി അവർ ഈശോ നാമം ഏറ്റുപറയുന്നതാണ്. 2 തവണ മിസ്കാരേജിലൂടെ അവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിച്ച് ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ അവർ വളരെയധികം ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഷെറിൻ പറയുന്നത് തന്നെ എങ്ങനെയാണ്, എന്താണോ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണം, ആരോഗ്യമുള്ള കുഞ്ഞിനെ, അതും വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു അമ്മയാകാനുള്ള ഭാഗ്യം ലഭിച്ചവർക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ആരോഗ്യവും എനിക്ക് തരണം എന്നാണ് മകൾ പ്രാർത്ഥിച്ചിരുന്നത്. ലേബർ റൂമിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റ് അമ്മമാർ, ഗർഭിണികളായ അമ്മമാർ വളരെ വിഷമത്തോട് സങ്കടത്തോടു കൂടി കുഞ്ഞിന് ജന്മം നൽകാൻ കാത്തിരുന്നപ്പോഴും ഈ മകൾ ജപമാല ജപിച്ചുകൊണ്ടാണ് കുഞ്ഞിന് ജന്മം കൊടുത്തതെന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള വലിയ എളിമപ്പെടൽ. അവിടെയാണ് നക്ഷത്രം തെളിഞ്ഞ് രാജാക്കന്മാർക്ക് പോലും ആട്ടിടയന്മാർക്കും വഴി തെളിച്ചത്. പരിശുദ്ധ അമ്മ പാടിയതുപോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന് നമുക്ക് ഏറ്റുപാടണമെങ്കിൽ നമുക്ക് ഈശോയിൽ നിന്നൊരു ജാമ്യം എടുക്കണം. അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വിഷയത്തിനല്ല പ്രധാനം എന്ന് തീർത്ത് പറയാൻ നമുക്കുള്ളൊരു ചങ്കൂറ്റമുണ്ടാകണമെന്നാണ് ഈ ഷെറിൻ ജിജി ഇവിടെ ഏറ്റുപറയുന്നത്. ഇവർക്ക് കുഞ്ഞിനെ ലഭിച്ച സാക്ഷിയായി ഈശോയുടെ നാമത്തിൽ ഉയർത്തിയ ദൈവപിതാവിന് നന്ദി. എൻ്റെ പേര് എഡ്വിന ജോണി, ഇതെൻ്റെ മമ്മി സോഫി ജോണി. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന എനിക്കൊരു രോഗസൗഖ്യത്തെക്കുറിച്ചും എൻ്റെ പഠനമേഖലയിൽ മാതാവും ഈശോപ്പയും എന്നെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തതിനെ കുറിച്ചാണ്. ഞാൻ +2 ശേഷം ഹൈദരാബാദിനടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ BSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്ത ശേഷം എനിക്ക് അവിടുത്തെ ഫുഡോ ഹോസ്റ്റലോ ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് കാരണം എനിക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി, ഗ്യാസ്ട്രൈറ്റീസും ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. അങ്ങനെ എനിക്ക് പഠിക്കാനോ ക്ലാസ്സിൽ പോകാനോ ഒന്നും തന്നെ സാധിച്ചില്ല. ഞാൻ മിക്കപ്പോഴും ലീവ് എടുത്ത് റൂമിൽ തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒട്ടും വൈകിൽ മാംസിനോടൊക്കെ പറഞ്ഞ് സിക്ക് ലീവ് എടുത്ത് വീട്ടിൽ വരുമായിരുന്നു. അത് കാരണം എനിക്ക് എക്സാമിന് കറക്റ്റായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും സാധിച്ചില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈമായി. അപ്പോഴാണെങ്കിലും എനിക്ക് ഇങ്ങനെ തന്നെ ഭയങ്കര പ്രോബ്ലംസ്, വയറുവേദന, വോമിറ്റിങ്, അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ടായി. അങ്ങനെ എക്സാമിൻ്റെ തലേദിവസമാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ IV ഇട്ട് കിടക്കുമായിരുന്നു. അത് കാരണം എനിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിന് ഒട്ടും തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി കിട്ടി. അതുവഴിയാണ് ഞാൻ മാതാവിലോട്ടും ഈശോപ്പിലോട്ടും കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ സൈക്കോളജി ആയിരുന്നു സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എനിക്ക് ഇച്ചിരി ടാസ്ക് ആണെങ്കിലും ഞാൻ അത്യാവശ്യം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുവേണ്ടി. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ മാതാവിന് വെച്ച നിയോഗം, മാതാവ് എന്നെ എങ്ങനെയെങ്കിലും ഈ സൈക്കോളജി എക്സാമിനൊന്ന് പാസ്സാക്കി എടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിലും അധികം മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ഞാൻ മാതാവിനോട് എനിക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം, ഗ്യാസ്ട്രൈറ്റീസ്, എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അതൊന്നും ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ പരാതിയെല്ലാം എൻ്റെ മമ്മീനെ വിളിച്ചായിരുന്നു വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഫുൾ ടൈം കരച്ചിലും ഞാൻ ഇവിടുന്ന് നിർത്തുക, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് തന്നെ
ഒരു ചിന്തയുണ്ടായി. അങ്ങനെ മമ്മി എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ മമ്മി പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പം ഒരു മാസം ക്രിസ്മസ് വെക്കേഷന് ഒരു മാസം മുമ്പ് ഞാൻ സിക്ക് ലീവ് എടുത്ത് നാട്ടിൽ വന്നു. അങ്ങനെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു. അങ്ങനെ മമ്മിയുടെ ഉടമ്പടിയിൽ ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് ബ്ലെസ് ചെയ്ത് സൈത്ത് പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയി. ഹോസ്റ്റലിൽ പോയി എനിക്കിങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് പതിയെ കുറയാൻ തുടങ്ങി. എനിക്ക് പഠിത്തത്തിലൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ ഗ്യാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറി. ഞാൻ തേർഡ് ഇയറിൽ ഫുൾ അറ്റൻഡൻസിൽ ആ തേർഡ് ഇയർ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഫോർത്ത് ഇയറിൽ എത്തി. എക്സാമിലൊക്കെ ആണെങ്കിലും മാതാവും ഈശോപ്പ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഫോർത്ത് ഇയർ ആയിരുന്നപ്പം എനിക്കാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഫോർത്ത് ഇയർ ഒരു നവംബറൊക്കെ ആയപ്പം എൻ്റെ കൈക്ക് ശക്തമായൊരു വേദന ഉണ്ടായി. ആദ്യമൊന്നും ഞാൻ വലിയതായിട്ട് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി, സാധനങ്ങൾ പിടിക്കുമ്പോൾ ഭയങ്കര വേദനയായി. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. അപ്പോൾ അവർ ഒരു MRI സ്കാൻ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ കയ്യിലൊരു ചെറിയ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ സിസ്റ്റ് അല്ല, നമുക്ക് വീട്ടിൽ പോയി കാണിക്കാമെന്ന് ഓർത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ തന്ന മരുന്നൊക്കെ കുറച്ച് കഴിച്ചു. പിന്നെ എക്സാമൊക്കെ എടുക്കാറായപ്പം എനിക്ക് പിന്നെ ശക്തമായ വേദന, കൈവച്ച് എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇങ്ങനെയാണെങ്കിൽ എക്സാം ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും? അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ഉടമ്പടിത്തൈലം ഞാൻ കയ്യിൽ പൂശിയില്ലായിരുന്നു. ഞാൻ നെറ്റിയിലായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഞാൻ കയ്യിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം കയ്യിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പോലും മറന്നുപോയി എൻ്റെ കയ്യിലെ വേദനയുടെ കാര്യം. എനിക്ക് നന്നായിട്ട് എഴുതാനൊക്കെ സാധിച്ചു. പിന്നെ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എന്ന് പറയുമ്പം എനിക്ക് ആദ്യത്തെ 2 എക്സാമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. മൂന്നാമത്തെ എക്സാം BSc നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് 2 A പാർട്ടും B പാർട്ടുമാണ്. പക്ഷേ എക്സാമിന് മാർക്ക് വരുമ്പോൾ ഒരുമിച്ചാണ് വരുന്നത്. അങ്ങനെ ഞാൻ ആദ്യത്തെ A പാർട്ട് അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ കാശുരൂപമൊക്കെ പിടിച്ചാണ് അറ്റൻഡ് ചെയ്ത്. എഴുതി വന്നപ്പോൾ പേപ്പറിൻ്റെ കട്ടി കുറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ പേപ്പർ തീരാറായി. എനിക്ക് ബാക്കിയും കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടെൻഷൻ കാരണം അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ തന്നെ മുറുക്കി വിളിച്ച് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് വന്നപ്പം ഞാൻ എഴുതിയത് മൊത്തം പൊട്ടത്തെറ്റായിപ്പോയി. എന്നാ എഴുതേണ്ട ഒന്നും ഞാൻ കറക്റ്റായിട്ടൊന്നും ചെയ്തില്ല. ടെൻഷൻ കാരണം എല്ലാം മറന്നുപോയി. അതുപോലെ തന്നെ എനിക്ക് B പാർട്ടും ഈ ഫസ്റ്റ് A പാർട്ട് മൊത്തം ലാസ്റ്റ് വന്നപ്പോൾ തെറ്റിപ്പോയതുകൊണ്ട് എനിക്ക് B പാർട്ട് ഒട്ടും തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ മാതാവിനെ വിളിച്ചു ശരിക്കും പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ എക്സാമിന് പോകുമ്പോഴും ഉപ്പും തൈലവും കൊണ്ടുപോയാണ് എക്സാമെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ എഴുതി തീർത്ത് ടൈം തീർന്നപ്പോൾ ഞാൻ എൻ്റെ അവിടുത്തെ ഇൻവിജിലേറ്ററിന് കൊടുത്തു. അത് കൊടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈശോയുടെ നാമത്തിൽ എന്നെ ഉയർത്തണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ റിസൾട്ട് വരാറായപ്പം എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ എൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഈശോപ്പ എൻ്റെ കൂടെയുണ്ട്, വചനമായ നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. പക്ഷേ ചെറിയ ടെൻഷനുണ്ട്, അത് ഞാൻ കാര്യമാക്കിയില്ല. അങ്ങനെ റിസൾട്ട് വന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഫോർത്ത് ഇയറിന്. അതുപോലെ തന്നെ ഞാൻ അതിനേക്കാളും കൂടുതൽ ആ സബ്ജക്റ്റിൻ്റെ മാർക്കാണ് ഞാൻ ആദ്യം മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ നോക്കിയത്. ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചത് 75-ൽ 38 പാസ് മാർക്ക്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒരു 38 മാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ മാതാവ് വിചാരിച്ച് നടക്കത്തില്ല എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് 75-ൽ മാതാവ് 50 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത വേലയെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ പഠിക്കുമ്പോൾ അവിടെ തെലുങ്കു സ്റ്റുഡൻസൊക്കെയാണ്. അപ്പം അവർക്കാണെങ്കിൽ ഞാൻ വചനം ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുകയും മാതാവിൻ്റെ കാര്യവും ഈശോപ്പയുടെ കാര്യമൊക്കെ പറയുകയും നന്മ നിറഞ്ഞു പറയും ഈ സ്വർഗസ്നാപിതാവൊക്കെ ഇംഗ്ലീഷിൽ അവർക്ക് എഴുതി കൊടുക്കുകയും ഈ കാശുരൂപം എന്താണെന്നൊക്കെ പറയുകയും കൃപാസനത്തെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പിള്ളേർക്ക് തെലുങ്കൂസിന് ഞാൻ കൊന്ത കൊടുക്കുകയും മാതാവിൻ്റെ രൂപമൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുമ്പം ഞാൻ
അവിടുത്തെ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഹൈദരാബാദിൽ ഒരു ഓർഫനേജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ പിള്ളേരെ കാണുകയും അവർക്കായിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മച്ചിമാരൊക്കെ പോയി കാണുമായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറയുമ്പം എനിക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് പറയാം, ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടിക്ക് ശേഷം. ഉടമ്പടിക്ക് മുമ്പെന്ന് പറയുമ്പം ഞാൻ ഒരു നോർമൽ ലൈഫ്, ഞായറാഴ്ച കുർബാന, എല്ലാവരും കൂടി ഒരു പ്രാർത്ഥന, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷം എന്ന് പറയുമ്പം എൻ്റെ റൂമിൽ ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടി വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് മുടങ്ങാതെ പരിശുദ്ധ കുർബാന പങ്കുകൊള്ളുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 5:30 ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ അഖണ്ഡ ജപമാല റാലി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനനുബന്ധമായിട്ട് ഞങ്ങൾ ഒക്ടോബറിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ 4th ഇയർ ബാച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയല്ല, ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് നന്നായിട്ട് വചനം ചെല്ലാനും വചനം പഠിക്കാനുമുള്ള ഒരു കൃപയാഭിഷേകം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടി. ഇത്രയൊക്കെ ചെയ്തു തന്ന പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ മോള് പറഞ്ഞ പോലെ അവളിത് ഈ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അതുപോലെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞ് തിരിച്ച് പോരാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താലെ കോഴ്സ് പൂർത്തിയാക്കാൻ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് ഈ ഉടമ്പടി വഴി ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. ദൈവമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഉണ്ടായി. കാരണം ഞാനിപ്പോൾ ഇപ്പം എന്തെങ്കിലും വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും വചനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വിഷമിക്കുന്നത് അതിന് ദൈവം എനിക്ക് ഉടനെ ഉത്തരം നൽകും. അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുമായിരുന്നു. ഇപ്പം അതും എനിക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ്, ഞാൻ എന്തെങ്കിലും വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയോ ബുദ്ധിമുട്ടോ ചെയ്യുവാണെങ്കിൽ അച്ഛൻ തരുന്നത് ചിലപ്പോൾ എൻ്റെ വിഷയം റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 ഡെയിലി ബ്രെഡ് കാണുകയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസൊക്കെ ഇടും. ഇത്രയൊക്കെ അനുഗ്രഹം എനിക്ക് നൽകിയ പരിശുദ്ധ ദൈവമാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. യോന പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. എഡ്വീന എന്ന ഈ മകൾ എഡ്വീനയുടെ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ ഈശോയോട് ഉടമ്പടി ചെയ്ത എല്ലാ മക്കൾക്കും വളരെ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ജീവിച്ചാൽ ഉടമ്പടി എന്താണെന്ന് സ്വയം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ വലിയ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഈ മകളോട് ഏറ്റുപറഞ്ഞത്. തൻ്റെ പരീക്ഷാ കാലഘട്ടത്തിൽ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷാ സമയത്തുണ്ടായ വളരെ ബുദ്ധിമുട്ടുകളും അങ്ങനെ ഈശോയോട് ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച് മോൾ പ്രത്യേകമായി ഏറ്റുപറയുകയായിരുന്നു. മകൾക്ക് ഒരു വലിയ മാർക്ക് ലഭിച്ചത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണെന്ന് മകൾ ഏറ്റുപറയുകയാണ്. വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് വചനം വായിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ ആഴപ്പെടുത്തി ജീവിച്ചപ്പോൾ തൻ്റെ പരീക്ഷയ്ക്ക് എന്തെഴുതണം എന്ന് ഈശോ തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ മകളെ പറഞ്ഞ് പഠിപ്പിച്ച് പരീക്ഷ എഴുതി. ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റിന് മകൾ ഈശോയോട് ചോദിച്ചത് എനിക്ക് അറ്റ്ലീസ്റ്റ് പാസ് മാർക്ക് 38 മാർക്ക് മതി എന്നാണ്. പക്ഷേ ഔട്ട് ഓഫ് 75 മകൾക്ക് 50 മാർക്ക് കിട്ടി. നല്ലൊരു മാർക്കോടുകൂടി മകൾക്ക് പാസ്സാവാൻ സാധിച്ചു. അതിന് ഈ മകൾക്ക് വളരെയധികം ആസ്തിയുണ്ട്, ആധ്യാത്മിക ആസ്തിയുണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ 4th ഇയർ ബാച്ചിലെ 43 പേരും കൂടിയാണ് ഇവിടെ അഖണ്ഡ ജപമാല നടക്കാനിരുന്നതിന് മുൻകോടിയായി ഒക്ടോബർ 1 അവർ അഖണ്ഡ ജപമാല കാഴ്ചവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നേറ്റു പറയുന്നു. അതുപോലെ ഏതെല്ലാം സമയങ്ങളിൽ അവർക്ക് ഈശോയെ പ്രഖ്യാപിക്കുവാനുണ്ടോ, ഈശോയെ ഏറ്റുപറയാനുള്ള സാഹചര്യങ്ങളിലെല്ലാം ഹോസ്പിറ്റലുകളിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം അവർ മടികൂടാതെ ഈ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഏറ്റുപറഞ്ഞ് ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഒരു പ്രൊഫഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ആസ്തി അവർക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ഈ മകൾക്ക് ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം എന്ന IBS അസുഖം വന്നപ്പോൾ
ഇവിടെ നിന്നുണ്ടായ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സൗഖ്യമുണ്ടാകി എന്നും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു അസ്വസ്ഥതയിലൂടെ, അസുഖത്തിലൂടെയെല്ലാം സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി എന്ന് ഈശോ അനുഗ്രഹിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതിനേക്കാളെല്ലാം അപ്പുറം ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഈ മകൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ബേസ് ഉടമ്പടിയിലൂടെയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് വളരെ ശക്തമായി ഏറ്റുപറയാൻ, ഈശോ എന്നിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഏറ്റുപറയാനുള്ള ഒരു കരുത്തും ചങ്കൂറ്റവും ഇന്ന് ഈ മകൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ ലഭിച്ചിരിക്കുകയാണ്. എഡ്വിനിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം പഠനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല അമ്മമാരും വന്ന് പറയാറുള്ളത്, എൻ്റെ മക്കൾക്ക് BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ സമയമില്ല. പക്ഷേ ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കൾക്ക് എങ്ങനെയാണ് സമയമുള്ളത് എന്ന് അവർ തന്നെ പറയുകയാണ്. നമ്മുടെ ആവശ്യമാണോ, അത്യാവശ്യമാണോ, അത്യാഗ്രഹമാണോ എന്നെല്ലാം തിരിച്ചറിയാനുള്ളത് ഉടമ്പടി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിനും എന്നെ കൈപിടിച്ച് നടത്തുന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ കൃപാസന മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് സിനിമോൾ. ഞാൻ ഒരു അധ്യാപികയാണ്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത തെക്കന്താണിശ്ശേരി സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ സർവീസിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് എന്നുള്ള എക്സാം നിർബന്ധമാക്കി ഒരു നിയമം ഈ അടുത്തിടെ ഉണ്ടാവുകയുണ്ടായി. ഞാൻ അത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര പേടിയാണ് തോന്നിയത്. ഒരു 44 വയസ്സിപ്പോൾ ഉണ്ട്. ഇനി വീണ്ടും പഠിച്ചെടുത്ത് എക്സാം എഴുതി പാസ്സാകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്, ഞാൻ ഉടമ്പടി എടുത്ത ആളാണല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്, പരിശുദ്ധമ്മ സഹായിക്കും എന്നുള്ള ഉറപ്പിൽ ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഫെബ്രുവരി മാസം ഞങ്ങളുടെ എക്സാം ആയിരുന്നു. എക്സാമിന് തൊട്ട് മുന്നത്തെ ആഴ്ച എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എക്സാമിന് പോയി. എക്സാമിന് ചെന്നന്ന് ഞാൻ അവിടെയുള്ള എല്ലാ അധ്യാപകർക്കും കൃപാസന പത്രം വിതരണം ചെയ്തു. വിശുദ്ധ തൈലം പുരട്ടി ഉപ്പ് വിതറിയാണ് ഞാൻ എക്സാമിനിരുന്നത്. എക്സാം ഹാളിൽ മാതാവിൻ്റെ ഒരു പ്രസൻസ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവിടെ വന്ന ഇൻവിജിലേറ്റർ നീലയും അതുപോലെ തന്നെ ഗ്രേയും കളറ് സാരി ധരിച്ച ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ തന്നെ മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. എക്സാം എഴുതി തിരിച്ച് വീട്ടിൽ വന്ന് വൈകിട്ട് തന്നെ അതിൻ്റെ ആൻസർ കീ വരും. ഞാൻ മാർക്ക് നോക്കിയപ്പോൾ ഞാൻ കേട്ടിട്ട് 1ഉം 2ഉം എഴുതിയിരുന്നു. മാർക്ക് നോക്കിയപ്പോൾ 90, 91 മാർക്ക് കിട്ടി. അപ്പോഴും മനസ്സിന് പേടിയായി. അത് പാസ്സാവാനുള്ള മാർക്കാണ് ഈ 90. ഇനി അതിൻ്റെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ 1 മാർക്ക് കുറയുക, കൂടുക, അങ്ങനെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വിദ്യാലയത്തിൽ ചെന്ന് അധ്യാപകരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി സർവീസിലുള്ള അധ്യാപകർക്കുള്ള എക്സാം വരാനിരിക്കുന്നേ ഉള്ളൂ, അപ്പോൾ അത് എന്തായാലും അറ്റൻഡ് ചെയ്തോളൂ, ചിലപ്പോൾ തോറ്റുപോയാലോ പിന്നെ വീണ്ടും അധികം സമയം കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സംഘർഷമായിരുന്നു. ഇനി വീണ്ടും സർവീസിലുള്ള അധ്യാപകർക്കുള്ള എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയമായിരുന്നു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ മാതാവ് എനിക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി. എൻ്റെ ഒരു എക്സാമിന് 90 മാർക്കും മറ്റേ അടുത്ത എക്സാമിന് 96 മാർക്കും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവിടെ സ്കൂളിൽ ചെന്ന് ടീച്ചറോട് പറഞ്ഞു, ഞാൻ സർവീസിലുള്ള അധ്യാപകർക്കുള്ള എക്സാം എഴുതുന്നില്ല, എനിക്ക് എന്തായാലും ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും മാതാവ് എന്നെ പാസ്സാക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 26-ാം തീയതി കേട്ടറ്റ് റിസൾട്ട് വന്നു. എൻ്റെ കേട്ടറ്റ് 2ന് 90 മാർക്കും കേട്ടറ്റ് 1ന് 101 മാർക്കും നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ചെറുപ്പം മുതലേ എനിക്ക് ഡെഡ് ബോഡി കാണുമ്പോൾ ഭയങ്കര ഭയമായിരുന്നു. ഞാൻ സാധാരണ മരിച്ച വീടുകളിലൊന്നും പോകാറില്ല. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ എന്തു പറയുമെന്ന് വിചാരിച്ച് പോകും. ബോഡി നോക്കില്ല. പോയി വന്നാലും എനിക്ക് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ പോകണമല്ലോ എന്നുള്ള ടെൻഷൻ. പോയി വന്നു കഴിഞ്ഞാൽ ഉറങ്ങാനും ഭയങ്കര പേടിയായിരുന്നു. അത് ഇത്ര വലുതായിട്ടും ആ പേടി എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാനത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ മരിച്ചു കൊടുത്ത് പോകാനും, ഞാൻ പോകുമ്പോൾ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ പോകേണ്ട ആവശ്യമാണെങ്കിൽ അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, എൻ്റെ കൂടെ വരണേ മാതാവേന്ന്. മാതാവ് എൻ്റെ കൂടെ വരാറുണ്ട്. ബോഡി കാണാനും കുഴപ്പമില്ല, തിരിച്ചു വന്നാലും ഉറങ്ങാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ആ പേടി പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ്
മാറ്റിത്തന്നു. പരിശുദ്ധമ്മയ്ക്ക് അതിനും ഒരുപാട് നന്ദി പറയുകയാണ്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. എൻ്റെ മകൾക്കും ഇതുപോലെ തന്നെ 6ാമത്തെ പ്രാവശ്യം കേട്ടിട്ട് ലഭിച്ചവൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്താവശ്യങ്ങൾക്കും എത്ര ബുദ്ധിമുട്ട് വരുന്ന ആവശ്യങ്ങളായാലും, കുട്ടികളെ എക്സാമിന് പോകുന്ന സമയം, അസുഖം വരുന്ന സമയം, എപ്പോഴും ഉടമ്പടി തൈലവും ഉപ്പുമാണ് ഞങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പുറത്തേക്ക് പോകാറുള്ളത്. അതുപോലെ എൻ്റെ വിദ്യാലയത്തിലും അധ്യാപകർ വയ്യായൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്ക് വിശുദ്ധ തൈലം പുരട്ടി കൊടുത്ത് പ്രാർത്ഥിക്കുകയും അവർ മിക്കവരും എൻ്റെ അടുത്ത് ടീച്ചറെ നന്നായി കുറഞ്ഞിട്ടുണ്ട്, നല്ല ആശ്വാസമുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പാരൻസ് ബുദ്ധിമുട്ടൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവ് നിങ്ങളെ സഹായിക്കുമെന്ന്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ കൃപാസന മാതാവിന് നന്ദി പറയുകയാണ്. എൻ്റെ ആത്മീയ ജീവിതം ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നു. ഉടമ്പടി എടുത്തപ്പേനെയാണ് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാറുള്ളത്. അതിനു മുമ്പൊക്കെ അവധി ദിവസങ്ങൾ മാത്രമാണ് പള്ളിയിൽ പോകാറുള്ളത്. ഇപ്പോൾ ഒരു ദിവസം പോലും വിശുദ്ധ ബലി മുടങ്ങാനായിട്ട് എനിക്ക് സാധിക്കാറില്ല. എങ്ങനെയെങ്കിലും കാലത്തോ വൈകിട്ട് എപ്പോഴെങ്കിലും പോയി ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ അരമണിക്കൂർ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കും. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും അന്ന് തന്നെ കംപ്ലീറ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും ആഴ്ച തന്നെ ഉടമ്പടി ധ്യാനം പൂർണ്ണമായിട്ടും കാണാറുണ്ട്. ഉടമ്പടി ധ്യാനത്തിൽ നിന്ന് എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അച്ഛനിലൂടെ ലഭിക്കാറുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രം കിട്ടി 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഞങ്ങളുടെ ഇടവകയിലെ വീടുകളിൽ കയറിയിറങ്ങി കൊടുക്കാറുണ്ട്. കിട്ടിയവർക്ക് വീണ്ടും കൊടുക്കാറില്ല, വായിക്കുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കൊടുക്കാറ്. അക്രൈസ്തവരുടെ വീടുകളിലും കൊടുക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കലാണ് എൻ്റെ മെയിനായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യം. എപ്പോഴും വീട്ടിലെ എല്ലാ പണികളെടുക്കുന്ന സമയത്തും ഫുൾ ടൈം സാക്ഷ്യം കേട്ടുകൊണ്ടായിരിക്കും. അതിൽ ബുദ്ധിമുട്ട് പറയുന്നവർക്ക് ഏറ്റവും ചേർന്ന സാക്ഷി ഏതാണോ അത് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത് കരുണാഭവൻ, പ്രായമായ അമ്മമാരെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞാനും മകളും കൂടി മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും അവിടെ പോവുകയും അവരുടെ റൂം ക്ലീൻ ചെയ്യാനും അതുപോലെ അവിടെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ സിസ്റ്റർ പറയുന്നതനുസരിച്ച് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിനും അതുപോലെ തന്നെ ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു കുട്ടിക്കും എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ചെറിയ വിഹിതം അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ കൃപാസന മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പഴയ നിയമം അനുസരിച്ച് രക്ഷ വളരെ വൈകിയാണ് എല്ലാ മക്കൾക്കും ലഭിച്ചിരുന്നത്, ദൈവജനത്തിന്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ രക്ഷയുടെ ദിവസം ഇന്നാണെന്നാണ് നമ്മെ അറിയിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ സക്കേവൂസിനോടും കുരിശിൻ്റെ വലത് സൈഡിലുണ്ടായിരുന്ന കള്ളനോടെല്ലാം ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഈശോ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം ഉപേക്ഷിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. സിനിമോൾ എന്ന ഈ അധ്യാപിക ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് തൻ്റെ ഓവറേജ് ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ കേറ്റിട്ട് പരീക്ഷയിൽ പാസ്സാകുക എന്നുള്ളൊരു വലിയ നിയോഗമായിരുന്നു. ആ മകളുടെ നിയോഗം വച്ചിട്ടതുപോലെ ഈശോ സ്വീകരിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോ ഏറ്റെടുക്കുകയും ചെയ്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈ മകളെ പാസ്സാക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ആ സ്കൂളിൽ തന്നെ വീണ്ടും തുടർന്ന് ജോലി ചെയ്യാനുള്ള സാധ്യതകൾ ഒരുക്കുകയും ചെയ്യുന്നതിൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ഈ സാക്ഷ്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്ന് നമുക്ക് ശക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വപ്നത്തിലൂടെ തനിക്ക് ലഭിക്കാനിരുന്ന ആ സ്കോർ കൃത്യമായി അമ്മ തന്നെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത.
ഈശോ പറയുന്നത് തന്നെ, ഈശോ തന്നെ ഒരു നല്ല ടീച്ചറാണ്. ദ ബെസ്റ്റ് ടീച്ചർ ഐ ഹവ് സീൻ ദ വേൾഡ് ഹാവ് സീൻ എന്ന് നമുക്കറിയാവുന്നതുപോലെ ഈശോ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളിലും വളരെ സബ്ലൈം ഡോക്ട്രിൻസാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതുപോലെ പഠിപ്പിക്കാനുള്ള കൃപയാണ് നമുക്ക് എപ്പോഴും ഒരു ടീച്ചറായിരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. നാം കണ്ടുമുട്ടുന്ന കുട്ടികളിൽ ഓരോ വർഷവും നാം ഒരു ക്ലാസ് ടീച്ചറായിരിക്കുമ്പോൾ, ഒരു സബ്ജക്റ്റ് ടീച്ചറായിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും കുടുംബവും അവർക്കെല്ലാം വേണ്ടി അവരുടെ ആവശ്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ഇന്ന് സിനിമോൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു ഉടമ്പടിയെടുത്ത വ്യക്തി ഒരു ടീച്ചറാകുമ്പോഴുണ്ടാകുന്ന വലിയ വ്യത്യാസം, ഒരു നാടിനെ തന്നെ വാർത്തെടുക്കാൻ, ഒരു രാഷ്ട്രത്തെ വാർത്തെടുക്കാനുള്ള ഒരു ടീച്ചറിൻ്റെ ഉത്തരവാദിത്വത്തെ ഓർത്തുകൊണ്ടാണ് ഇന്ന് സിനിമകൾ ഇവിടെ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫോബിയായിരുന്നു ഡെഡ് ബോഡി ഉണ്ടായുള്ള ശവമഞ്ചത്തിൽ ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴുണ്ടായിരുന്ന ഒരവസ്ഥ. വളരെ പലർക്കും ഒരു പേടി ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് ഏറ്റുപറയേണ്ട ഒരു സാക്ഷ്യം കൂടിയാണിത്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ പേടി ഇന്ന് ഇല്ലാതായി എന്ന് മകളേറ്റു പറയുന്നു. ഇതൊരു വലിയ അവസ്ഥയാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകുമ്പോൾ അതനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണത്. അതിൽ നിന്ന് സിനിമകൾക്ക് വളരെ ശക്തമായ വിടുതൽ ലഭിച്ചുവെന്ന് ഏറ്റു പറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുമ്പോൾ സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പരീക്ഷകൾ എഴുതുന്നവരെ, ഫോബിയ ഉള്ളവരെ, പാറ്റ, തവള, അങ്ങനെ ഫോബിയ ഉള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സിനിമകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ഇന്നിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പനും ഞാൻ ഏറ്റവും ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് അമൽ സജി. ഞാൻ കോതമംഗല രൂപതയിലെ നാഗപ്പുഴ ഇടവക അംഗമാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിശുദ്ധ അമ്മ കുറേ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. അതിലേറ്റവും ആദ്യമായിട്ടുള്ളത്, ഞാൻ ഫിസിയോതെറാപ്പി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഇയർ 2 സബ്ജക്റ്റ് ഞാൻ ഫെയിലായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ഓൾറെഡി ക്ലിയർ ആയിരുന്നു. ഈ 2 സബ്ജക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഞാൻ മാത്രമാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നതെന്ന്. 6-7 തവണ ഞാൻ എഴുതി. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 സബ്ജക്റ്റ് മാത്രം ഞാൻ പാസ്സാകുന്നില്ലായിരുന്നു. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ഓൾറെഡി ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പോയി. 4th ഇയറിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ 2 സബ്ജക്റ്റോടെ ക്ലിയർ ചെയ്യണമായിരുന്നു. ഞാൻ കുറേ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചു നോക്കി, കുറേ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു നോക്കി. എന്ത് ചെയ്തിട്ട് ഈ 2 സബ്ജക്റ്റ് മാത്രം പാസ്സാകുന്നില്ലായിരുന്നു. ആ സമയത്തായിരുന്നു എൻ്റെ കൂട്ടുകാരൻ ബേസിൽ ബേബി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അവൻ എല്ലാ വിഷയവും ക്ലിയർ ചെയ്യുകയും ചെയ്ത്. സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം എൻ്റെ അമ്മ 2023 മുതൽ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആ സമയത്ത് എനിക്ക് വലിയ വിശ്വാസം കാര്യങ്ങളില്ലായിരുന്നു. അവൻ എന്നെ കുറേ നിർബന്ധിച്ചു. ആ ഒരു നിർബന്ധത്തിൻ്റെ പേരിൽ ചുമ്മാ ഒന്ന് ഇവിടെ വന്നേക്കാമെന്ന് വിചാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വന്ന് വേണ്ടാക്കിയാണ് ഞാൻ ഉടമ്പടി ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത്, കാര്യങ്ങളും ചെയ്തത്. ഇവിടെ വന്ന് ഫസ്റ്റ് ജോസഫ് അച്ഛനെ കാണാൻ നേരത്തെ ഹോൾ ടിക്കറ്റൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ 6-7 തവണ എഴുതിയിട്ടും ജയിച്ചില്ല, ഇപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അച്ഛൻ എൻ്റെ കൈക്കോട്ട് ഒരൊറ്റ അടി തന്നിട്ട് പോടാ, ആ ഒരു രീതിയിൽ എന്നെ പറഞ്ഞങ്ങ് വിട്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായിപ്പോയി. കാരണം ഒരച്ഛൻ ഇങ്ങനെയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ പൊക്കോ ആ ഒരു രീതി പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഞാൻ കോളേജിലേക്ക് പോയി. ഞാൻ എഴുതിയതിൽ വെച്ച്, ഞാൻ ഈ 6-7 തവണ എഴുതിയതിൽ വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും ടഫ് പേപ്പറായിരുന്നു. കാരണം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒരെണ്ണം പോലെ ഞാൻ 10 ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. ഏകദേശം 125 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും അതിലൊരു 6-7 എണ്ണം വരുന്ന പേപ്പറുകളാണ് ഇങ്ങോട്ടേക്കുള്ളൂ. ഒരെണ്ണം പോലും അതിൽ വന്നിട്ടില്ലായിരുന്നു. ഞാൻ എന്താ എഴുതിയതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ 100% ഞാൻ ഉറപ്പിച്ച് തരുന്നത് ഞാൻ ഫെയിലാകുമെന്ന്. ഞാൻ അമ്മേനെയൊക്കെ വിളിച്ചും പറഞ്ഞ് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, മിക്കവാറും പൊട്ടും കാര്യങ്ങളെന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥന കറക്റ്റായിട്ട് തന്നെ രാവിലെ 5:30 എണീക്കും, പ്രഭാത പ്രാർത്ഥന ചെല്ലും, വൈകിട്ട് 7:30 സന്ധ്യാപ്രാർത്ഥന ചെല്ലും. പ്രാർത്ഥന മാത്രം ഞാൻ മുടക്കാണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. അതേപോലെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴേക്കും എനിക്കൊരു, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ആരാണ്ട് എൻ്റെ കൂടെ ഉള്ള കണക്കും എനിക്ക് തോന്നിയായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ 2025 ജൂലൈ 30-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് സത്യം പറയാം, ഇവിടെ നിന്നൊരു മുല്ലപ്പൂവിൻ്റെ കണക്ക് ഒരു സ്മെല്ല് കാര്യങ്ങൾ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും ഓർത്ത എൻ്റെ മനസ്സിൽ കുറേ അവിശ്വാസം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ അപ്പോഴും ഓർത്ത് ഇവിടെ എന്തെങ്കിലും സ്പ്രേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ആയിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ വലിയ കാര്യമായിട്ട് ജസ്റ്റ് വീട്ടിലൊന്ന് പറഞ്ഞ് പോയി.
ഞാൻ അന്ന് തന്നെ ഇവിടുന്ന് ഉടമ്പടി ആദ്യം എടുത്ത് വീട്ടിൽ ചെന്ന് പ്രഭാത പ്രാർത്ഥന ചെല്ലണ സമയത്ത് രാവിലെ തിരി കത്തിച്ചപ്പോൾ എനിക്ക് ഈ സുഗന്ധദ്രവ്യം ആ റൂം ഫുൾ എനിക്ക് നിറഞ്ഞു കിട്ടി. അപ്പോഴേ എന്നോട് വല്യമ്മച്ചിയൊക്കെ പറഞ്ഞു, മാതാവ് നിൻ്റെ കൂടെയുണ്ട്, മാതാവ് നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ കാര്യങ്ങൾ പോയി. ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ വന്നു. ഞാൻ തോക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സാധനമാണ്. മാതാവ് എന്നെ പാസ്സാക്കി തന്നു. അപ്പം മുതൽ എനിക്കൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ രണ്ടാമത് ഇവിടെ വന്നു, ഉടമ്പടി കാര്യങ്ങൾ പുതുക്കി. എൻ്റെ 4th ഇയർ എക്സാം കാര്യങ്ങൾക്ക് പോയി. എൻ്റെ കൂടെ പഠിച്ചവന്മാരുണ്ട്, അതായത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവന്മാർ, ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരൊക്കെ ഉണ്ട്. അവർക്ക് 4th ഇയർ ഒരു സബ്ജക്റ്റ് 2 സബ്ജക്റ്റൊക്കെ ചിലവർക്ക് ഫെയിലായിട്ടുണ്ട്, ചിലവർ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി പോയേക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ക്ലിയർ ആണ്. ഫസ്റ്റ് ഇയർ ഇത്രോ സപ്ലി എഴുതിയിട്ടുണ്ട്, അതായത് ഈ 2 സബ്ജക്റ്റ് മാത്രം ഏകദേശം 8 തവണ എഴുതിയ വ്യക്തിയാണ്. സാറുമാർക്കൊക്കെ ആണെങ്കിലും വലിയ വിലയൊന്നുമില്ല. 4th ഇയർ ചെല്ലുന്നു, റിസർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു. സത്യം പറയാം, എൻ്റെ ഒരു കഴിവെന്ന് ഞാൻ പറയുന്നില്ല, മാതാവിൻ്റെ ഇതിൽ തന്നെ ഞാൻ വിശ്വസിക്കും. ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, ഞാനല്ല, ഞാൻ സീറോയാണ്. എൻ്റെ മാതാവാണ് എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തത്. കാരണം എനിക്ക് നല്ല അഹങ്കാരവും ഞാനെന്ന ഭാവം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ട്രേഡിങ് അതുപോലെ തന്നെ കുറേ അഡ്മിഷൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പൈസയായി, സ്വന്തമായിട്ട് കുറച്ച് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ അഹങ്കരിച്ച് ഞാനെന്നൊരു ഭാവം ഉണ്ടായിരുന്നൊരു വ്യക്തി. എന്നിൽ നിന്ന് അതൊക്കെ മാതാവ് എടുത്തു കളഞ്ഞ് മൊത്തത്തിൽ എന്നെ മാറ്റിയെടുത്തത് മാതാവാണ്. ഇന്നലെ ഇപ്പോൾ റിസൾട്ട് കാര്യങ്ങൾ 4th ഇയറിൻ്റെ വന്നു. എനിക്ക് സെക്കൻഡ് ക്ലാസ്സോടുകൂടി തന്നെ മാതാവ് ഒറ്റ എഴുതലിന് എന്നെ പാസ്സാക്കി എടുത്തു. എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെയാണ് കയറിയതെന്നുള്ളത് പോലും. പക്ഷേ എൻ്റെ അടുത്ത് അമ്മയും പറഞ്ഞു, അതുപോലെ എൻ്റെ പപ്പയും പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നീ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നതല്ലേ, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഇരുന്നു. ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. ഫസ്റ്റ് ഞാൻ എല്ലാ ദിവസവും റിസൾട്ട് വരാൻ നേരത്ത് വീട്ടിലിരിക്കില്ല, എനിക്ക് പേടിയാണ്. വൈകിട്ടൊരു 4:30-5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ കോതമംഗലം അവിടെ എവിടെയെങ്കിലും പള്ളിയിൽ പോയി ഇരിക്കുകയാണ് റിസൾട്ട് നോക്കിക്കൊണ്ട്. ഇത്രയും ദിവസങ്ങളിൽ റിസൾട്ടൊന്നും വന്നില്ല. ഓൾറെഡി അമ്മയൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് കാര്യങ്ങൾ അയച്ചു. അവർ പറഞ്ഞ 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതിക്ക് ശേഷമാണ് ജൂണിൽ റിസൾട്ട് വരുള്ളൂ എന്ന്. ഞാൻ ഒരിക്കലും വീട്ടിലിരിക്കാത്ത വ്യക്തിയാണ്. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ. എനിക്കത് തന്നെയാണ് മാതാവ് എനിക്ക് സ്വപ്നത്തിലും കാണിച്ചു തന്നെ. ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം പോയി റിസൾട്ട് പാസ്സായി എന്ന് പറഞ്ഞ് കൈയടിച്ച് വല്യപ്പച്ചനെ കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി. ഞാൻ 6:15 എണീക്കും. എനിക്ക് 10-20 കോൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പപ്പയുടെ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, എടാ എക്സാം പാസ്സായി. ഞാൻ നേരെ അപ്പം ഓടിച്ചെന്ന് നോക്കുമ്പോൾ വല്യമ്മച്ചിയൊന്നും വീട്ടിലില്ല, വല്യപ്പച്ച മാത്രമേ ഉള്ളൂ. എന്താണ് എനിക്ക് സ്വപ്നത്തിൽ മാതാവ് കാണിച്ചു തന്നെ അത് തന്നെ ഇന്നലെ സംഭവിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയായിരുന്നു. ഞാൻ സത്യത്തിൽ എല്ലാവരോടും പറയുകയാണെങ്കിൽ എനിക്കൊരു വിശ്വാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ നിന്നിച്ച് കുറേ സയൻസും അതും ഇതുമൊക്കെ റിലേറ്റ് ചെയ്ത് എൻ്റെ അമ്മേനെയും സിസ്റ്റർ ആൻറ്റിയേനെയും വീട്ടുകാരെയും ഒക്കെ ചോദ്യം ചെയ്ത് അങ്ങനെ നടന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കത് പറയുന്നതുകൊണ്ട് നാണമൊന്നുമില്ല. കാരണം നമ്മൾ ഭയങ്കര സക്സസ്സായി ഞാൻ ഭയങ്കര ആളാന്നുള്ളൊരു നിലയിൽ നിൽക്കുമല്ലോ, അതിൽ നിന്ന് നമുക്കൊരു അടി കിട്ടിയിട്ട് നമ്മൾ ആ ഒരു താഴ്ചയിലേക്ക് പോകും. അത് വളരെ നന്നായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് കൈ പിടിച്ച് എന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ഒരു നിലയിൽ നിർത്തിയേക്കുന്നത് മാതാവാണ്. മാതാവിന് 1000 നന്ദി കാര്യങ്ങൾ ഞാൻ പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഞാനിങ്ങോട്ട് ഉടമ്പടിയൊക്കെ എടുക്കാൻ പോരുന്നതിന് മുമ്പ് ഞാൻ എക്സാമൊക്കെ ഫെയിലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 അടി താഴ്ചയിലേക്ക് ഞാനും കാറും കട മറിഞ്ഞുപോയി. ഞാൻ കാറിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര രീതിയിൽ പ്രാർത്ഥിച്ച് അന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ നിന്നിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറേ ദേഷ്യപ്പെടും. ഞാനതൊക്കെ കേട്ട് ആ പോട്ടേന്ന് പറഞ്ഞ് നിൽക്കും. ആ സമയത്തും എനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. 20 അടി താഴ്ചയിലേക്ക് ഞാനും കാറും കട വട്ടം മറിഞ്ഞാണ് കിടന്നത്. നേരെ പോയി നിൽക്കുമല്ല, വട്ടം മറിഞ്ഞ് കിടന്നു. എനിക്കൊരു പോറൽ പോലും ഇല്ലാണ്ട് ഞാൻ ഇറങ്ങി വന്നു. കാറ് ടോട്ടൽ ലോസായി. അതിൽ നിന്നും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും കൊണ്ടാട്ടോ. എൻ്റെ മാതാവ് അന്ന് തുടങ്ങി എൻ്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയൊക്കെ ഒന്ന് വീണ് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ നടു തളർന്നു പോകും, തലയടിച്ച് പൊട്ടും, പല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അത്ര താഴ്ചയിലേക്ക് പോയിട്ട് എന്നെ കാത്തിട്ടുണ്ടെങ്കിൽ അതൊരു ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് തുടങ്ങി എനിക്ക് ചെറിയൊരു വിശ്വാസം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി കാര്യങ്ങൾ എടുത്തതോടുകൂടി മാതാവ് എൻ്റെ കൂടെ
ഫുൾ ടൈം ഉണ്ടെന്നുള്ളൊരു വിശ്വാസ കാര്യത്തിലാണ് ഞാൻ നിന്ന് പോകുന്നത്. അതിനൊരു വ്യക്തമായ തെളിവും കൂടിയാണ് മാതാവ് ഇന്നലെ തന്നെ. ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിൻ്റെ റിസൾട്ട് വന്ന പിറ്റേ ദിവസം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യം കാര്യങ്ങൾ പറഞ്ഞോളാം, അന്ന് അത് എത്ര ബുദ്ധിമുട്ട് എന്ത് കാര്യങ്ങൾ അനുഭവിച്ചാലും വരുമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു നേർന്നത്. ഇന്നലെ വൈകിട്ട് 6:30 റിസൾട്ട് വന്നു, പാസ്സായി, എല്ലാവർക്കും സന്തോഷം കാര്യങ്ങളായി. ഇന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം കാര്യങ്ങൾ പറയാനും എനിക്ക് അനുഗ്രഹം കാര്യങ്ങൾ അമ്മ തന്നു. അതേപോലെ തന്നെ നേർച്ച വസ്തുക്കൾ, അതും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാവരോടും. എൻ്റെ കൂട്ടുകാരനായിട്ട് എനിക്ക് ഫസ്റ്റ് അതും പറഞ്ഞു തന്നത്, നമ്മൾ എക്സാമിന് പോണതിൻ്റെ സമയത്ത് മാർക്ക് കാര്യങ്ങൾ ടോട്ടൽ കൂട്ടിയിടുന്ന കോളമുണ്ട്. ഞാൻ തൈലം പയ്യെ കയ്യിൽ തേച്ചുകൊണ്ട് പോകും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഫുള്ള് ചെക്കിങ് കാര്യങ്ങൾ നടത്തി. നമുക്ക് നോർമൽ ചെരുപ്പ് ഇടാൻ പാടുള്ളൂ, അതേപോലെ ഫുൾ സ്ലീവ് ഷർട്ട് ഇടാൻ പാടില്ല, ബെൽറ്റ് ഇടാൻ പാടില്ല, ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എക്സാമിന് ഹാളിൽ കയറുന്ന ടൈമിൽ. അപ്പോൾ കയ്യിൽ ഞാൻ തൈലം തേച്ച് കയറും. അപ്പോൾ ഞാനിങ്ങനെ സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് പറയും, കൈ ഇങ്ങനെ പൊള്ളിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആണെന്നും പറഞ്ഞ് ആ തൈലം കയ്യിൽ തേച്ചിട്ടാണ് ഞാൻ കയറിക്കൊണ്ടിരുന്നത്. അപ്പം തന്നെ ഹോളിൽ കയറും. ഇപ്പം എക്സാം നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ അവിടെ മാർക്ക് കൂട്ടിയിടുന്നതിൻ്റെ അവിടെ 3 തവണ കുരിശ് കാര്യങ്ങൾ ഞാൻ വരയ്ക്കുമായിരുന്നു. അതേപോലെ തന്നെ പരീക്ഷ എഴുതി എല്ലാം കഴിയുമ്പോൾ എല്ലാ പേപ്പറിലും ചെറുതായിട്ട് ഉപ്പ് എടുത്തിട്ട് ഞാൻ ഉപ്പും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വിതറി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നുകൊണ്ടിരുന്നത്. അതും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പാസ്സാവാനും ചെയ്തത്. പിന്നെ എന്നെ ഒരു ടീച്ചർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിന്ന ടൈമിൽ ഇവർ ഭയങ്കര വിശ്വാസമാണ്, ഇപ്പം ഭയങ്കര എളിമയാണ്, ഇവൻ്റെ ഹോൾ ടിക്കറ്റിൽ ഞാൻ എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാൻ നേരത്തെ എൻ്റെ ഹോൾ ടിക്കറ്റ്, എൻ്റെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ വെച്ചിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തൈലം ഞാൻ എല്ലാ പേപ്പറിലും ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഹോൾ ടിക്കറ്റിലും ഞാൻ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ടൈമിൽ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് എക്സാമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ വന്നത്. ആ ടൈമിൽ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് എന്താ ഇത്ര വിശ്വാസം കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ ജസ്റ്റ് ഒന്ന് ഫാളായി പോയതാന്ന് പറഞ്ഞു. ടീച്ചർ അപ്പം തന്നെ HOD വിളിച്ച്, ഇവന് ഭയങ്കര വിശ്വാസമാണ്, എന്നെ ഇവൻ ഭയങ്കര എളിമ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ശരിക്കും കരയുകയും ചെയ്തു ആ സമയത്ത്. കാരണം ഓൾറെഡി 1.5 ഇയർ ബാക്കാണ് എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കണം. ആ ടൈമിലും അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വിഷമമായി. ഞാൻ അമ്മേനെ വിളിച്ച് അന്ന് ഫുള്ള് കരയുകയും ചെയ്തേ. അപ്പം അമ്മ പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നീ പാസ്സായിക്കോളും, നീ സാക്ഷ്യം പറയണ സമയത്ത് അതോടെ നീ എല്ലാവരുടെയും മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റി. ഞാനിപ്പോഴും എല്ലാവരോടും പറയുകയാണ്, എൻ്റെ ഒരു കഴിവായിട്ട് ഞാനിത് എടുക്കുന്നില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ വന്നു, എൻ്റെ കൈ പിടിച്ച് നിർത്തി. എനിക്ക് പരീക്ഷയിൽ പല ക്വസ്റ്റ്യൻസും അറിയാത്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റയിൽ ഞാൻ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. മാതാവ് എനിക്ക് അതേപോലെ തന്നെ, എനിക്കറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന് പോലും സത്യത്തിൽ. ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സാം കഴിഞ്ഞ് അമ്മേനെ വിളിക്കുമ്പോൾ പറയാം, അമ്മേ ഇന്ന ക്വസ്റ്റ്യൻ, അമ്മ നേഴ്സായിട്ട്, അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, അമ്മേ ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ എങ്ങനെ എഴുതിയെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ മാതാവ് ഇങ്ങനെ ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞു, എന്തോ ഒരു ശക്തി എൻ്റെ കൂടെ വന്ന് നിന്ന് എഴുതും കണക്കാണ് എനിക്ക് തോന്നിയത്, അല്ലാണ്ട് ഞാനായിട്ട് എഴുതിയതല്ല. എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര ചെറുതാണ്. അമ്മ എപ്പോഴും അതും പറഞ്ഞ് വഴക്ക് പറയും, കുഞ്ഞു പിരിപിരാന്ന് പറഞ്ഞ് എഴുതുന്നതെന്നും പറഞ്ഞ്. പക്ഷേ ഈ തവണയൊക്കെ പരീക്ഷ എഴുതിയത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഞാൻ എഴുതി പഠിച്ചതിൻ്റെ അകത്ത് കണ്ടിട്ട് അമ്മ എന്നെ പറഞ്ഞു, ഇത്ര വലുതാക്കിയ കൊച്ചെ എഴുതണ്ടേ, ഇങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. പക്ഷേ സത്യം പറയാൻ ഞാനല്ല അത് എഴുതിയത്. ഞാനിപ്പോൾ എഴുതിയ സമയത്ത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ചെറുതായി പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ മാതാവ് കൈ പിടിച്ചിട്ടാണ് അത്ര നന്നായിട്ട് നല്ല വൃത്തിയായിട്ടെല്ലാം എഴുതി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാക്കി തന്നത്. എൻ്റെ മാതാവിനോട് 1000 നന്ദി കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഞാൻ അപ്പം അമ്മയ്ക്ക് കൊടുത്തൊരു വാക്ക് കാര്യങ്ങളുണ്ട്, ഒരിക്കലും ഈ എക്സാം പാസ്സായി അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കഴിഞ്ഞു എന്നും പറഞ്ഞ് ഞാൻ മാതാവിനെ വിടില്ല. എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഈ ഉടമ്പടി കാര്യങ്ങൾ പുതുക്കും. എനിക്ക് പറ്റുന്നിടത്തോളം കാലം വരെ എല്ലാ സമയവും മാതാവിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഞാൻ കൂടെ ഉണ്ടാവും. ഇതെൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് വന്ന് നേർന്ന് അത് കിട്ടി ഇപ്പം നിർത്തി പോവുക അങ്ങനെ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ഞാൻ ചെയ്യുമില്ല. എൻ്റെ ജീവിതകാലം മൊത്തം മാതാവിൻ്റെ കൂടെ തന്നെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറയും കണക്ക് പ്രേക്ഷിത വേല കാര്യങ്ങൾ ചെയ്തത്, ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പേർക്ക് ഞാൻ ഈ പറയുന്ന പൈസ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ കോതമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ കാര്യങ്ങൾ അവിടെയാണെങ്കിലും പാവപ്പെട്ടവർ ഇരിക്കുന്ന കാണുമ്പോൾ പൈസ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കോളേജിൻ്റെ അവിടെ ഒരു പാവപ്പെട്ട ഫാമിലി കാര്യങ്ങളുണ്ടായിരുന്നു, അവർക്ക് ഫുഡ് കാര്യങ്ങൾ മേടിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് മാതാവിൻ്റെ സഹായത്തോടു കൂടി. അതുകൂടാണ്ട് എനിക്ക് വേറൊരു ചെറിയൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് പത്രം കിട്ടിയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കും. എനിക്ക് അങ്ങനെ കുറേ ഇതുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ വിശ്വസിച്ച്
ഭയങ്കര ഒരു ഇതിൽ നടന്ന വ്യക്തിയായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്തും പറഞ്ഞു, പത്രം കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ, എന്നെ കളിയാക്കില്ല, ഇല്ലെങ്കിൽ അങ്ങനെയാണ്. സത്യം പറയാം, ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത പത്രമായിട്ട് ഞാൻ ധർമ്മേരിയിലേക്ക് ചെന്നു. 5 മിനിറ്റ് പോലും എടുത്തില്ല. എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് ആൾക്കാർ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് ആൾക്കാർ വന്ന്, അവിടെ പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് പേഷ്യൻസ് ആയിക്കോട്ടെ, കുറേ പേര് ഇങ്ങോട്ടേക്ക് വന്ന് 5 മിനിറ്റ് എനിക്ക് എടുത്തില്ല. പത്രം കൊടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങി. ഞാൻ അപ്പം തന്നെ അമ്മേനെ വിളിക്കും, അമ്മ പത്രം കൊടുത്തു തീർത്തു. അമ്മ പറഞ്ഞു, സത്യം പറയടാ കൊടുത്തു തീർത്തു. ഞാൻ പറഞ്ഞു, അമ്മ കൊടുത്തു തീർത്തു. ഞാൻ ഇവിടെ പുറത്തിറങ്ങി. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ട് പിന്നെയും 2 പേപ്പറോടെ കൂടുതൽ കാര്യങ്ങൾ ബൾക്കായിട്ട് മേടിച്ച് കൊണ്ടുപോയി കൊടുക്കുക ചെയ്ത്. എനിക്കിപ്പോൾ സന്തോഷമുള്ളത് കൊടുക്കുന്നതിൽ. കാരണം എൻ്റെ അനുഭവവും കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാനും പറ്റും. അതുകൂടാണ്ട് അവർക്കാണെങ്കിലും എനിക്ക് കിട്ടിയ അനുഭവം മാത്രമല്ല, അതിലുള്ളതാണെങ്കിലും പറഞ്ഞു കൊടുത്ത് അവർക്കത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കാര്യങ്ങൾക്കും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കാര്യങ്ങളും കൊണ്ടാണ്. മാതാവിന് 1000 നന്ദി ഇത് ഞാൻ പറയുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യം. അവിടുന്നാണ് എൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവർ നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. അമൽ സജി നാഗമ്പുഴ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. പ്രത്യക്ഷീകരണ മാതാവിലൂടെ തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ദൈവിക അനുഭവം. എവിടെയെല്ലാം ഞാനെന്ന ഭാവത്തെ കൊണ്ടു നടന്നുവോ അവിടെയെല്ലാം അമ്മയുടെ ഇടപെടലിലൂടെ, മനുഷ്യരിലൂടെയും തൻ്റെ പ്രവൃത്തികളിലൂടെയും അമ്മ ഈ മകന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. സുഗന്ധ അഭിഷേകത്തിലൂടെയും എപ്രകാരം മാതാവിനോട് ചേർന്ന് നിൽക്കണമെന്നും എപ്രകാരം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സംരക്ഷണം ഈ മകനോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഈ മകൻ്റെ വാക്കുകൾ തന്നെ വളരെയേറെ വ്യക്തമാണ്. എവിടെയെല്ലാം അവൻ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ അളവിൽ കൂടുതൽ അവനെ വിശ്വാസത്തിലേക്ക്, ദൈവഭക്തിയിലേക്ക് വളർത്തുകയായിരുന്നു. അതുതന്നെയായിരുന്നു അവൻ്റെ അനുഭവ സാക്ഷി നമുക്കിവിടെ ഹൃദയസ്പർശിയായിട്ട് മാറുകയും ചെയ്തത്. അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഈ യാത്രയിൽ അവൻ്റെ വിജയം നൽകിയതും, പരീക്ഷകളിലേക്ക് ഉന്നത വിജയം നൽകിയതും, അതുപോലെ എവിടെയെല്ലാം അവന് കൃപാസന പത്രത്തിൻ്റെ സജീവമായിട്ട് ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എവിടെയെല്ലാം ഒരു ഇടർച്ചയ്ക്ക് കാരണമാകുന്ന ചിന്തകൾ വന്നിട്ടുണ്ടോ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ചെയ്യുന്നുള്ളൊരു ബോധ്യത്തിലേക്കൊക്കെ ഈ മകനെ വളർത്താൻ സാധിച്ചത്. അവൻ്റെ ജീവിതത്തോട് വെച്ച് പുലർത്തിയ വിശ്വസ്തതയും പരിശുദ്ധ അമ്മയോട് വെച്ച് പുലർത്തിയ സ്നേഹവും തന്നെയാണ് ഈ മകനെ വിശ്വാസത്തേക്ക് വളർത്തുവാനും പരിശുദ്ധ അമ്മ ഇടപെടൽ ഈ മകൻ്റെ ജീവിതത്തിൽ നിരവധിയായിട്ട് കൂടെ ഉണ്ട് തന്നെ. അതുതന്നെയാണ് ഇവനെ വ്യത്യസ്തനാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് അനേകം കാര്യങ്ങൾ ഇവനെ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് എൽത്താരക്ക് മുമ്പിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട്, പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും നിരവധി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഇവൻ്റെ ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ഒപ്പം അടുത്ത സന്നിധിയിൽ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമ്മൾ ഓരോരുത്തരും